ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ കുക്കറിലാണ് ഇന്ന് അവിയൽ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ടൊരു കുക്കറിലേക്ക് 1 കപ്പ് പയർ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കപ്പ് മുരിങ്ങക്കായ അരിഞ്ഞതും, പിന്നെ 1 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ അടുത്ത് പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടിയൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂണ് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കുക. എന്നിട്ട് ഒരു വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. വിസിൽ വന്നാൽ ഉടനെ അപ്പം തന്നെ വിസിൽ പോക്കിയിട്ട് നമ്മൾ തുറക്കുകയാണെങ്കിൽ നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ അധികം വേവാതെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി തേങ്ങാരപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയിലോട്ട് ഒരു 3 പച്ചമുളകും പിന്നെ ഒരു 4-5 ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരല്പം വെള്ളം ചേർത്ത് ഇത് അരിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി നമ്മൾ കുക്കറൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ മിക്സീൻ്റെ ജാറിൽ ഇങ്ങനെ പറ്റി കിടക്കുമല്ലോ തേങ്ങ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മളെ ചട്ടിക്ക് ചൂടുണ്ടാവുമല്ലോ, ആ ചൂട് മതി. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.